ഈ കൈ കണ്ടോ പാത്രം കഴി തെന്നി. നിങ്ങള് ചെറുതിലെ ജയ്പൂരിൽ തന്നെയാ? എത്ര ഫ്ലുവന്റ് ആയിട്ട് മലയാളം? ഞങ്ങൾ മലയാളം പിന്നെ പാല് വെച്ച് ജഗളിങ് ഒക്കെ ചെയ്യും. ഞാൻ ഒരു ദിവസം നടക്കുന്നത് സംഭവം പൊങ്ങിപ്പോയതാണ്. ബുർജുമാനിൽ കരാമ ടു ബുർജുമാൻ ഇതൊക്കെ നടക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? ചട്ടിക്കറി അല്ലാത്തത് ചട്ടിക്കറി അവർ കഴിച്ചു. പക്ഷെ ചേട്ടാ ചട്ടിയൂടെ കൊണ്ടുവരണം. ഇതൊന്നും വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഇത് തന്നെ പൊട്ടിക്കണം. തീർച്ചയായിട്ടും. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് അൽത്തവാർ പാർക്കിലാണ്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. സച്ചിനെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് സച്ചിന് ഓൾറെഡി എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. സച്ചിൻ്റെ വൈഫ് രേഷ്മ, ഇത് സച്ചിൻ്റെ ഫ്രണ്ട് ശാലിനി, ഇപ്പം എൻ്റെയും കൂടി ഫ്രണ്ടാണ്. ആളുടെ ഹസ്ബൻഡ്. സ്വന്തമായിട്ട് പേര് പറഞ്ഞോളൂ, എന്താ പേര്? എവിടുന്നാ? ഞാൻ ജയ്പൂരിൽ നിന്നാണ്. നമുക്ക് രാജസ്ഥാനുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളത് എന്താന്ന് അറിയില്ല. ശാലിനി രാജസ്ഥാൻ ജയ്പൂർ. ഞാൻ റേഞ്ച് മാറി കളിച്ചിപ്പോ. തുടങ്ങും, ആരെങ്കിലും തുടങ്ങും. നീ തന്നെ പിടിച്ചോണ്ട് നീ തന്നെ എടുത്തു. വെച്ചേക്കുന്നത് കറക്റ്റ് ആണോ? ആയിരിക്കും. ഇനിയിപ്പോ തുടങ്ങി. ഇതെനിക്ക് കഴിക്കാതെ. അയ്യോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് എടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കും കേട്ടോ. മിക്കവാറും ഇപ്പൊ ഞാൻ എടുക്കുമ്പോ ഞാൻ എടുക്കായിരുന്നു സാധനം. അതാ ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. ഇനിയിപ്പോ രണ്ടേ യൂസ് ചെയ്യട്ടെ. എളുപ്പമായിരിക്കും അത്. നൈസ് മൂവ്. അവരുടെ ജങ്കയല്ലേ, അപ്പൊ അവർക്ക് എന്തുവേണോ ആവല്ലോ. മുന്നോടൊക്കെ ചവിട്ടോ തൊലിയോ എന്താന്ന് വെച്ചാൽ വീട്ടിൽ ചെന്ന് കൊടുത്തേക്കോ. പക്ഷെ ഫസ്റ്റിൽ എങ്ങനെ അറിയാടോ, പാർക്കിന്റെ വീഡിയോ കംപ്ലീറ്റ് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പൊട്ടിക്കണം. അവർക്ക് അത് ട്രംപ് കാർഡല്ലേ? 5-ാം തീയതി ഞങ്ങളുടെ എൻഗേജ്മെന്റ്. അവരുടെ കാർഡ് സംഭവം ഇവരെന്തായാലും ഊണോ പറയാൻ മറക്കും. അത് അടുക്കി കെട്ടി വെച്ച് പണി കൊടു. ഇതുണ്ടോ കയ്യിൽ? പ്ലസ് 2 ഉണ്ടോ? എന്നാ കൈ വെച്ചു 2 എണ്ണം എടുക്ക്. പിന്നല്ലാണ്ട് എടുക്കാനാണ് ഞാൻ തന്നെ ചോദിച്ചത്. എവിടെങ്ങാണ്ട് പോയ വയ്യ വലിയായിരുന്നു, പിടിച്ചു വെച്ചതാ ഞാൻ. ആവശ്യമുണ്ട്. എടോ ആ വീഡിയോ കിട്ടിയില്ലത്. പോവായിരുന്നില്ല, നമ്മൾ എന്തിനാ ഇത്ര വളഞ്ഞു പോകുന്നേ? ബുർജുമാനിൽ കരാമ ടു ബുർജുമാൻ ഇതൊക്കെ നടക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? മാറ്റം ഇപ്പം വെയിറ്റ് അങ്ങനെ ഇപ്പൊ കൂടിയിട്ടില്ല. നോർമൽ എന്റെ വെയിറ്റ്. അല്ല, അപ്പൊ ഓഫീസിൽ പോകുമ്പോ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? കാർ ലിഫ്റ്റ് കയറി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഒരു ചവിട്ട് കിട്ടും. എന്തോ മീൻസ് അങ്ങനെ അത്രയും പ്രോപ്പർ ആയിട്ടില്ല, ബട്ട് എന്നാലും ചെറുതായിട്ട് ഇവിടെ ഫീൽ ആവും. നിങ്ങള് ചെറുതിലെ ജയ്പൂരിൽ തന്നെയാ? എത്ര ഫ്ലുവന്റ് ആയിട്ട് മലയാളം? ഞങ്ങള് മലയാളീസ് അല്ലേ, ഞങ്ങൾ വീട്ടില് മലയാളം അല്ലേ പറയണം. നാട്ടിലെ കോട്ടയല്ലേ? നാട്ടിലെ കോട്ടയം, പിന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത്. അല്ലല്ല, എൻ്റെ മമ്മി നേഴ്സായിരുന്നു ഗവൺമെന്റ്. അപ്പോൾ അവിടെ സെറ്റിൽഡ് ആയിരുന്നു. അതുപോലെ തന്നെ ജോബിൻ്റെ അമ്മയും നേഴ്സാണ് ഗവൺമെന്റ്. അവിടെ അവർ സെറ്റിൽഡ്. അപ്പം നിങ്ങൾ ജയ്പൂർ ബന്ധമാണല്ലേ? അല്ലല്ല, ഞങ്ങൾ ശരിക്കും മാട്രിമോണി. നിങ്ങളെങ്ങനെയാണോ? ഞങ്ങളെ വീട്ടിലില്ല, ഞങ്ങളെ വീട്ടുകാരെ എടുത്തോണ്ട് വരുന്നില്ലേ? ഓ, അവർ ഈ കഥയെല്ലാം പറഞ്ഞേ വരത്തുള്ളൂ. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടി ജംഗ്ഷനിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഉണ്ട് ഒരുമിച്ച്. സ്റ്റാർട്ടർ ഫസ്റ്റത്തെ
സ്റ്റാർട്ടർ എങ്ങനെയുണ്ട്? നല്ലതാണ്, കുഴപ്പമില്ല. കരിങ്ങാട് വെള്ളം അല്ല, ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ ഇവർക്ക് പറഞ്ഞു ചോദിച്ചത് പറഞ്ഞു. ഇതുണ്ടോ എന്താ പറയുന്നത്, വാഴയിലക്കകത്ത് വെച്ച ആ സാധനം എന്താ പൊള്ളിച്ചത്, ആ ചിക്കൻ പൊള്ളിച്ചത്. ഇപ്പൊ സച്ചിന് ചേട്ടൻ വാഴയിലേക്കകത്ത് എന്ത് കൊണ്ടുവച്ചാലും അപ്പൊ 2 പൊള്ളിച്ചത് കൊടുത്തോ? അവന് വേണ്ടത് വാഴയില സാധനം, ചോറ് കൊണ്ടുവച്ചാലും ഇല്ല, നമ്മൾ അവിടുന്ന് പ്ലാൻ ചെയ്ത് നാടനായിട്ട് എന്തെങ്കിലും കഴിക്കണോ? നാടനായിട്ട് ഈ വാഴ. അപ്പൊ ചേട്ടൻ നോർത്ത് ഇന്ത്യൻ ദാല് വാഴയിലേക്കകത്ത് കൊണ്ടുവച്ചാലും അത് നാടനായിരിക്കും. പൊള്ളിച്ചത് പറയാം, നമുക്ക് ഫുഡ് അല്ല മെയിൻ, വാഴയിലാണ് മെയിൻ. ചിക്കൻ പൊള്ളിച്ചത് ഓക്കെ അല്ല, ചിക്കൻ പൊള്ളിച്ചത് പറയാൻ, ചിക്കൻ പൊള്ളിച്ചത്, ചിക്കൻ ഫിഷ് പൊള്ളിച്ചത് ഓൾറെഡി പറഞ്ഞല്ലോ, അത് ഫിഷ് അല്ലേ, ഇത് ചിക്കൻ അല്ലേ, ചിക്കൻ പൊള്ളിച്ചത്. പക്ഷെ ചേട്ടാ ചട്ടിയൂടെ കൊണ്ടുവരണം, ഇതൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇത് തന്നെ പൊട്ടിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ അതിനൊക്കെ തീരുമാനം. ചട്ടിക്കറി 4 ഫ്ലേവറിലുണ്ട്. ഏതെല്ലാം ഫ്ലേവർ ഉള്ളതെന്ന് പറഞ്ഞു. നാടൻ കറിയുണ്ട്, വറുത്തരച്ചതുണ്ട്, കറിവേപ്പിലയുണ്ട്. വറുത്തരച്ചത് പറയാം, എന്റെ ഒരു വറുത്തരച്ചത്. അപ്പൊ വറുത്തരച്ചത് കഴിച്ചായിരുന്നു ആണോ? എന്നാ പിന്നെ കരിവേപ്പില തന്നെ എടുത്തത് അല്ലേ? കരിവേപ്പില അതുണ്ടാവില്ല, എന്നാലും കരിവേപ്പില എന്ന് പറയുമ്പം. പക്ഷെ ഇവര് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ ഇങ്ങനെ തന്നെ പറഞ്ഞാ കൊടുത്തെന്നാ. ചേട്ടനല്ല, വേറെ ആരോ. ടേസ്റ്റില് മാത്രം ടേസ്റ്റ്. അപ്പൊ ഇവർ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ? കരിവേപ്പില എനിക്കൊരു ഇമാജിൻ ഇല്ല. എല്ലാം ടേസ്റ്റാ അല്ല. അപ്പം സത്യസന്ധ റിവ്യൂ ആണ്, നല്ല റിവ്യൂ ആണ്, നല്ല റിവ്യൂ. എന്നാ എങ്ങനെ അറിയോ, ഈ കരിവേപ്പില പൊള്ളിച്ച് അത്ര ധൈര്യമില്ല ഞങ്ങൾക്ക്. എന്ന് പറയുമ്പോൾ ആ കരിവേപ്പിലയുടെ ടേസ്റ്റ് എടുത്ത് കൺഫ്യൂഷൻ. വല്ലതും കൊടുത്ത് വിശന്നിരുന്നിട്ടാ, വിശക്കുമ്പോ അങ്ങനെയാണ്. ചേട്ടൻ പറയാം ഇവിടെ ഇല്ല. അത് തന്നെ ചേട്ടാ, കരിവേപ്പില ചിക്കൻ കൂടെ തിന്നാനൊന്നും വേണ്ടേ? കൂടെ തിന്നാൻ നമ്മള് പൊറോട്ട വേണ്ടല്ലോ. എനിക്ക് എന്താ വേണ്ട? അപ്പം. എന്നത്തിന്റെ വാരിയല്ല, ആരുടെ വാരിയല്ല ചോദിച്ചു. ബീഫ് വേണ്ട, ബീഫ് ഇവിടെ ആരുടെ വാരിയല് വാരിയല്ലെന്ന് പറഞ്ഞു. അവിടെ ചായയും കാപ്പിയും ഒന്നുമില്ല. അപ്പൊ റമ്മടി. അമ്മയുടെ അനിയത്തിന്റെ ഭർത്താവിന് എന്താ പറഞ്ഞത്? നമ്മള് ഹിന്ദിയിൽ പറയുന്നത് മോസി മോസില്ലേ? ഞങ്ങളിൽ നമ്മളെന്താ പറഞ്ഞു? നിങ്ങളുടെ ചെറിയ പപ്പ അല്ല, സ്മോൾ പപ്പ അത് അല്ല പറയുന്നത് കറക്റ്റാ. ഞങ്ങളുടെ അവിടെ പറയുന്നത് കൊച്ചുപപ്പ. കൊച്ചുപപ്പ ആക്ച്വലി പറയുന്നത് കാരണം വെച്ചാൽ എന്റെ പപ്പയെ വല്യപ്പ കേട്ടു. വല്യപ്പ എന്റെ പപ്പയെ വിളിക്കുന്ന, അവരെ മക്കൾ വിളിക്കുന്ന വല്യപ്പ വല്യമ്മ. അപ്പൊ അതെനിക്ക് കൊച്ചുമ്മയും കൊച്ചുപപ്പയാണ് ആക്ച്വലി. നിങ്ങൾ വിളിക്കുന്നത് അല്ലേ? അപ്പന്റെ ചേട്ടനാണെങ്കിൽ വല്യപ്പ, അപ്പന്റെ അനിയനാണെങ്കിൽ ഇളയപ്പ. ചെറിയ വിളിക്കാതെ എന്ത് വിളിച്ചാലും മതി, റെസ്പെക്ട് കൊടുത്താൽ മതി. ഉപ്പാന്റെ ഇതാണ്. അപ്പൊ അടുത്ത കണ്ടന്റ് കിട്ടി കേട്ടോ. ഓരോരോ ഇതില് നമ്മുടെ ഇളയാപ്പനെ എന്താ പറയുന്നത്? അല്ല, ഞങ്ങള് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു വട്ടം ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കും, 2 വട്ടം. ഇവരെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു വട്ടം കുക്ക് ചെയ്യും. ഞാൻ പക്ഷെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കും. നമുക്ക് സച്ചിൻ ജോബിന് ആട്ട ഒഴിക്കും, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. അങ്ങനെ കിട്ടുന്നില്ലേ? ഈ കൈ കണ്ടോ, പാത്രം കഴി തെന്നി. കൈരേഖകൾ കാണാറില്ല. പാത്രം കഴിയും, തുണികളൊക്കെ ഇടും. ഞങ്ങളുടെ അവിടെ ഉള്ള ആളുകള് എപ്പ നോക്കിയാലും ഞാൻ പാത്രം കഴിവിലാക്കി. ഷാലിയുടെ പാത്രം കഴിയുന്ന ആള് വല്ലതും ആണോ ഇത്? നാട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് വിളിച്ചതാ പാത്രം കഴിവാൻ. കുക്ക് ചെയ്യാൻ ഒട്ടും അറിയത്തില്ല, അപ്പൊ പിന്നെ പാത്രം കഴിയണ്ടേ? അതൊരു പോയിന്റാണ്. അപ്പൊ മാളു, ഞാനാണ് കുക്ക് ചെയ്യാൻ അറിയാം, ചപ്പാത്തി ഉണ്ടാക്കും. ജോബിന് ആ കൂടെ അറിയാവുന്നത് ചിലപ്പോ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്, അരി വറുക്കും, അരി ചോറുണ്ടാക്കും. പിന്നെ നോക്കി കഴിക്കാൻ നേരത്തെ അറിയാം. അപ്പത്തൊരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിയോട് ഞാൻ പറയും, ചേച്ചി ബന്ധോന്ന് നോക്ക്. പിന്നെ ഇപ്പൊ ഞാൻ മസാല ഒക്കെ പറ്റി ചിലപ്പോ മീനങ്ങ് വറക്കും.
അതൊക്കെ പഠിച്ചു. വലിയ പണിയല്ല, മീൻ തിരിച്ചിട്ടാ മാത്രം മതി. പാല് ചൂടാക്കും. നോക്കിക്കോ കരിയുന്ന അതല്ല, ഒരു ദിവസം പാല് വെച്ചിട്ട് ഇവള് പറഞ്ഞു നിർത്തുന്നില്ല, ഞാൻ പറഞ്ഞില്ല വന്നില്ല, പൊങ്ങി വന്നില്ല, പൊക്കി അതിന്റെ എടുത്തിട്ട് മൊത്തം താഴെ പോയി. ആള് പിന്നെ പാല് വെച്ച് ജഗളിങ് ഒക്കെ ചെയ്യും. ഞാൻ ഒരു ദിവസം റൂമിൽ നടക്കള പോയപ്പോ സംഭവം പൊങ്ങിപ്പോയതാണ്. ഇപ്പം പൊങ്ങും. തേങ്ങ ഉടക്കി തരത്തില്ലേ, തേങ്ങ ഉടക്കി നാളും ചപ്പാത്തി ഉണ്ടാക്കറിയോ? മുട്ട കൊണ്ട് ജഗളിങ്. അത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞാൻ വന്നതും നിങ്ങൾക്ക് തന്നെ സെപ്പറേറ്റ് കിച്ചൺ ആണോ അതോ? ഇല്ല, കോമണ. ഞങ്ങൾ ഇവിടെ അടുത്താ, പക്ഷെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ വന്നിട്ട് പോവാം. ഞങ്ങളിനി വന്നിട്ട് പോയി കഴിഞ്ഞാലേ മെട്രോ നാളെ എനിക്ക് രാവിലെ ഇറങ്ങണം, അതാ പോകണമെങ്കിൽ. എനിക്ക് നാട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് ലക്ഷങ്ങൾ നീ എപ്പോഴാ തിരിച്ചു വരികയായിരുന്നു? കേട്ടില്ല നീ? കുറെ ലക്ഷങ്ങൾ എടുത്ത് തിരിച്ചിട്ടിട്ട് വരണം. അത് കുഴപ്പമില്ല. അതല്ല, അങ്ങനെയാണ് കാര്യം മറിച്ചിടണം. ഞങ്ങളുടെ അങ്കിള് പറയും എന്റെ കുറച്ച് ലക്ഷങ്ങളുണ്ട്, നീ അപ്പൊ തിരിച്ചു പക്ഷെ ഞാനത് ബാങ്കിൽ ഇട്ടേക്കുവാണ്. അപ്പൊ അതിന്റെ മേളിൽ കുറച്ച് പേര് കൊണ്ട് ഇട്ടു പൈസ, അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ലഗേജ് കാണില്ല, പെട്ടി സ്ഥലമില്ലതല്ലേ, പെട്ടി സ്ഥലമില്ലല്ലോ. അതിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഞാൻ വെറുതെ വരുന്നത്, കൈവിഷയം വരുന്നത്. ആണോ? ഞാൻ കുറച്ച് ലഗേജ് ഇല്ല, പെട്ടിയേ ഇല്ല, കൈവിഷയം വരുന്നത്. നീ നേരം പോകുന്ന ഉറപ്പാണല്ലോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ അവിടെ ഓർഡർ അല്ല, ഇതുവരെ ഉറപ്പായിരുന്നു. ഇത് കേട്ട് പ്ലാൻ കേട്ടപ്പോ തൊട്ട് ഇനി ചിലപ്പോ ചേഞ്ചസ്. നീ എന്തായാലും കൺഫേം ആയിട്ട് പോകല്ലേ? നമുക്ക് ആവശ്യം വരും കേട്ടോ. അതെ, സരോജിനി അറിയാവോ? അത് മൊത്തം അങ്ങനത്തെ ടൈപ്സ് അത് ഇതാക്കി ഡിമോളിഷ് ചെയ്തു. അതെന്തുവായിരുന്നു, വഴി കൂടെ പോയാ. പക്ഷെ അത് അടിപൊളി മാർക്കറ്റ് ആയിരുന്നു സരോജിനി. നിങ്ങൾക്ക് സൂചി തൊട്ട് ഹെലികോപ്റ്റർ വരെ എല്ലാം കിട്ടും, അതും ചീപ്പ് റേറ്റ്. ബാർഗെയിൻ ചെയ്ത് നമ്മളിങ്ങനെ നടക്കാൻ നേരത്ത് ഓരോരോ കടയിലെത്താൻ ഷർട്ട് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അവര് ചേഞ്ച് ചെയ്യിപ്പിക്കും. ഞാൻ സത്യം പറയട്ടെ, നമ്മൾ 1000-2000 രൂപ ഷോറൂമിൽ കാണുന്ന സാധനം അവിടെ വെറും 100-200 രൂപയ്ക്ക്. അത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ. ഞാനൊക്കെ സരോജിനിയില് എനിക്കൊന്ന് 4-5 വർഷം മുമ്പ് പോയി, 5-6 വർഷമായി കാണും. അവിടുന്ന് പോയി പെട്ടി വാങ്ങിച്ചു, സൂട്ട് കേസ്. ആ പെട്ടി എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. 2500-ന് 3 പെട്ടി ഞാൻ വാങ്ങിച്ചു. 3 പെട്ടി, വലുത് ചെറുത് ചെറുത്. നല്ല മറ്റേ ഇച്ചിരി ചെറിയ ഡിഫോൾട്ട് ആയ ഐറ്റംസ് നമ്മുടെ ബ്രാൻഡ്സ് ഒക്കെ ഇത് ചെയ്തില്ലേ, അത് അവരവിടെ അതൊന്നും അറിയത്ത് പോലും ഇല്ല. പക്ഷെ നമ്മൾ തപ്പിയെടുത്താൽ മതി. വന്നല്ലോ വനമാല. ക്യാമറ ഓൺ ചെയ്തേക്കണേ. ക്യാമറ ഓൺ ആണ്. ഇത് ഈ വീഡിയോ എടുക്കുന്നവരോട് പോയ ഏതാ പ്രശ്നം? സാധനം മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞങ്ങൾ അയച്ചു തരത്തില്ല. ഞങ്ങൾ സൺഡേ പോയ പറയാം അപ്പം തീർന്നു. എന്നാലും വാഴയിലും ഉണ്ട് കേട്ടോ. സച്ചിന്റെ കാര്യം നാടിന്റെ ഒരു ടച്ച് കിട്ടി. അതെ. ഓ, ഇത് പൊരിഞ്ഞു വെക്കാനാണ് സമയം എടുത്തത് ചേട്ടാ. ഇച്ചിരി സവോള കട്ട് ചെയ്ത് തരും. എനിക്കും ഇവിടെ കുറെ റാബിറ്റിന് കൊടുക്കുന്ന പുല്ലും. സവോള ഇഷ്ടമല്ലേ? ഇതിനോട് സവോള ഉണ്ടെങ്കിൽ പക്ഷെ ഇവിടെ ക്യാബേജും അല്ല, ക്യാബേജ് അല്ല, ക്യാരറ്റും കുക്കുമ്പറും ആണ് മെയിൻ. ലെറ്റൂസ് ആണ്. അതിന്റെ മസാലയാണ് പൊളി. അവനിങ്ങനെ കഴിച്ചിട്ട് ആ പറയുമ്പോ തന്നെ നമ്മുടെ വായിൽ വെള്ളം. മറ്റേ ഇതായിരിക്കും അസർ. അവന്റെ ചാനലിന്റെ പേര് ഒരു അതല്ല, ഈ ഓരോ സാധനങ്ങളിൽ തലേ വെച്ചോണ്ട് പോയിട്ട് ഇല്ല കണ്ടത്തിലൊക്കെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് അല്ല. എന്നിട്ട് അവനാണെങ്കിൽ ഓർഫനേജിൽ കൊണ്ട് കൊടുക്കുക. വില്ലേജ് ഫുഡ് കറക്റ്റ്, അത് തന്നെ. മുണ്ടൊക്കെ കൊടുത്തിട്ട് അവൻ പറയുന്ന അവനാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ചെയ്യണം. അവന്റെ ഒരു സംസാരം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഫിറോസ് അല്ലേ? ഫിറോസ്. അത് തന്നെ. ഇപ്പൊ ഓസ്ട്രിച്ചിനെ കൊണ്ടുവന്ന് കിട്ടിയോ? ഓസ്ട്രിച്ചിനെ കൊണ്ടുവന്ന് എന്നാ ടേസ്റ്റ് ആണ് ശാലിനി പാമ്പ്. അതവൻ ചൈനയിൽ പോയപ്പോഴാണ്. ചൈന ആയിരുന്നു അതോ? കഴിക്കാൻ പറ്റില്ല.
പേടിയായി രാത്രി ഞാൻ പേടിക്കും. ശരി. രാത്രി പേടിച്ച് തന്നെ കൊങ്ങൊക്കെ കയറി പോയി. ഓക്കെ സച്ചിനപ്പം മമ്മിയും പപ്പയൊക്കെ ഇപ്പോഴും ഗാന്ധിധാമിൽ തന്നെ അതോ കാട്ടില് സെറ്റിലാ? അപ്പം ചേട്ടനും അച്ഛൻ ചെറിയൊരു റെസ്റ്റോറൻറ്റ് എടുത്താണ് ട്രിവാൻഡ്രത്ത്. അച്ഛാ. അവർ പിന്നെ ഇവിടുന്ന് അവിടെ കണ്ടിന്യൂ ചെയ്തു ആദ്യം. അപ്പൊ എല്ലാരും ഇപ്പൊ അവിടുന്ന് ഗാന്ധിധാമിൽ എല്ലാരും വിട്ടു. ഉണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേട്ടൻ്റെ വൈഫുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പുറത്തുനിന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞു. ഇവരെ ജയ്പൂർ കഥകളാണ് കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ കേട്ടത്. പക്ഷെ അവിടെ നല്ല മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു. കോപ്പി റൈറ്റ് പേടിച്ചിട്ടാണ് ഞാൻ ഓഡിയോ അങ്ങ് കട്ടാക്കിയത്. പിന്നെ ഫുൾ ഇവര് കെട്ടിപ്പിടുത്തവും കഥയും പറച്ചിലും നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.